അനുപ്രിയ, നമ്മുടെ ഒപ്പം ഇപ്പോൾ തൃശൂർ ACP എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ? എല്ലാ വർഷത്തെ പോലെ നല്ല രീതിയിൽ 4-ാം ഓണത്തിന് പുലിക്കളി തൃശ്ശൂരുണ്ട്. അതേ രീതിയിൽ തന്നെ നമ്മൾ അതിന്റെ എല്ലാ സ്പിരിറ്റോടും കൂടി നടത്താനുള്ള എല്ലാ സെക്യൂരിറ്റി സംവിധാനവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ ഈ സുരക്ഷ മാത്രം നോക്കുന്നതിനിടയ്ക്ക് ഇത് ആസ്വദിക്കാനൊക്കെ സമയം കിട്ടാറുണ്ട്? പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ തൃശ്ശൂർക്കാർ തന്നെയാണ്. തൃശ്ശൂർക്കാരായതുകൊണ്ട് പുലിക്കളി എന്ന് പറയുന്നത് ഒരു ആവേശമാണ്. ഇത് തൃശ്ശൂരിന്റെ സംസ്കാരമാണ്. ഇങ്ങനെ നിൽക്കുമ്പോ മനസ്സുണ്ടല്ലോ, നമുക്ക് മനസ്സോട് ചൂട് വയ്ക്കുകയല്ലോ. ഞങ്ങളൊക്കെ മുന്നിൽ കൂടെ നിന്ന് കളിക്കുന്ന കാണുമ്പോ എന്നാലും നിങ്ങൾ അറിയാതെ ഞങ്ങളത് ചൂട് വയ്ക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലെന്ന്. ശരി, തീർച്ചയായിട്ടും അതെ പറഞ്ഞതാണ്. അതിൽ കാക്കിയോ അല്ലെങ്കിൽ എല്ലാവർക്കും ആ ഒരു താളം കേൾക്കുമ്പോൾ അതിനൊത്ത് ചുവട് വെക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാളിദാസ്, ഇനി ഇതൊന്നുമല്ല ഈ തേക്കിൻകാട് മൈതാനം തൃശൂർ പൂരം പോലെ തന്നെ ഇനി അത് നിറഞ്ഞ് കവിയും. പുലികൾ മാത്രമല്ല, ഇത് കാണാൻ വരുന്ന ആളുകളുണ്ട്, അത് നിറഞ്ഞ് കവിയുന്ന ഒരു കാഴ്ചയുണ്ട്. അത് കാത്തു നിൽക്കുന്ന, പൂരം കഴിഞ്ഞാൽ പുലികളി കാണാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇനി ആ കാഴ്ചക്ക് നമുക്ക് കുറച്ച് സമയം കൂടിയുള്ള കാത്തിരിപ്പ്. ഇനി ഇപ്പോൾ നമ്മൾ ഉള്ളത് വിയൂർ യുവജന സമാജത്തിന്റെ പുലിമടയിലാണ്. അവിടെ നിന്ന് ഇനി അല്പസമയത്തിനകം മറ്റു പുലിമടകളിലേക്കും കൂടി പോകേണ്ടതുണ്ട്. അവിടെ ഇനിയും വെറൈറ്റികളുണ്ട്, ഇനിയും കാത്തുവെച്ചിരിക്കുന്ന ഒത്തിരി വെറൈറ്റികളുണ്ട്. ഇവിടെ ഏതായാലും പുലികൾ അവസാനഘട്ട ഒരുക്കത്തിലാണ് ഉള്ളത്. ഏതായാലും നമുക്ക് അടുത്ത പുലിമടയിലേക്ക് പോകാം, അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കാം.